പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, ഇന്ന് നമ്മൾ ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം വിനിയോഗിക്കുന്നത്. ലോകകപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ ചെറിയ തോതിൽ അന്ധവിശ്വാസികളായിട്ട് മാറും. വർഷങ്ങളായിട്ട് ലോകകപ്പ് കേൾക്കുകയും കാണുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ലോകകപ്പ് തുടങ്ങുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ അവസാനിക്കുമ്പോൾ ചില വിശ്വാസങ്ങൾ നമ്മളുടെ മനസ്സിൽ കടന്നുകൂടും. അങ്ങനെ ഒരു വിശ്വാസം ആദ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഷക്കീറ എന്ന ഗായിക ഏതൊക്കെ വേൾഡ് കപ്പിൽ മെയിൻ ഒഫീഷ്യൽ സോങ് പാടിയിട്ടുണ്ടോ, ഷക്കീറ എന്ന ഗായിക ഏതൊക്കെ വേൾഡ് കപ്പുകളിൽ മെയിൻ സോങ് പാടിയിട്ടുണ്ടോ, മെയിൻ സോങ് ആണ് കേട്ടോ, മെയിൻ ഒഫീഷ്യൽ ആന്തം പാടിയിട്ടുണ്ടോ, ആ ലോകകപ്പുകളിലൊക്കെ സ്പെയിനാണ് കിരീടം നേടിയിട്ടുള്ളതെന്നാണ് വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില ടീമുകളിലെ പ്ലെയേഴ്സിന് നമുക്കറിയാം, ടീമുകളിൽ പലതരത്തിലുള്ള പേരുകളുള്ള പ്ലെയേഴ്സ് കളിക്കും. പക്ഷേ ചില പേരുള്ള പ്ലെയേഴ്സ് കളിക്കുന്ന ടീമുകൾ അവർ കപ്പടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 5 തവണ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമാണ് ബ്രസീൽ. അതിൽ സീസർ എന്ന് പറഞ്ഞ് പേരുള്ള ഏതെങ്കിലും ഒരു കളിക്കാരൻ കളിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ലോകകപ്പ് നേടാൻ സാധിച്ചിട്ടില്ല എന്ന വിവരം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സീസർ എന്നുള്ള പേര് ഉള്ള ആളുകൾ. അതിന് ഉദാഹരണം 1986 അവർക്ക് ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ഒരു കളിക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രാൻസുമായിട്ട് നടന്ന മത്സരത്തിൽ ഒരു പെനാൽറ്റി മിസ്സാക്കി ആ ലോകകപ്പിൽ ബ്രസീലിന് ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ സാധിച്ചുള്ളൂ. പിന്നെ 2006, 2010, 2014 ബ്രസീലിൻ്റെ ഗോൾ കീപ്പർ ജൂലിയസ് സീസർ ആയിരുന്നു. അങ്ങേർക്കും ലോകകപ്പ് പൊക്കാനുള്ള ഭാഗ്യം, അങ്ങേര് കളിക്കുന്ന കാലഘട്ടങ്ങളിൽ ബ്രസീലിന് ലോകകപ്പ് പൊക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ബ്രസീലിൽ സീസർ സമ്പായിയോ എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ടായിരുന്നു. അയാൾ 1998 ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ലോകകപ്പിൽ കളിച്ചപ്പോൾ ലോകകപ്പ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ ബ്രസീലിൽ തന്നെ ജൂനിയർ എന്നു പേരുള്ള കളിക്കാർ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ കോമൺ ആയിട്ട് ജൂനിയർ എന്ന് വിളിച്ചിരുന്ന പേരുള്ള കളിക്കാർ കളിച്ചിരുന്ന സമയത്ത് അവർക്ക് ലോകകപ്പ് ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനെ 1982, 1986 ലോകകപ്പ് കളിക്കുമ്പോൾ ബ്രസീൽ ടീമിൽ ജൂനിയർ എന്ന് പറഞ്ഞ കളിക്കാരുണ്ടായിരുന്നു. ഉഗ്രനായിട്ട് കളിച്ചിരുന്ന കളിക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിന് ലോകകപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. ബ്രസീലിൻ്റെ ഈ 1982 86 ഇറങ്ങിയ ടീം മികച്ച ടീമുകളായിരുന്നു. പക്ഷെ അതിൽ ജൂനിയർ എന്ന് പറഞ്ഞ ഒരു കളിക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ
നമ്മുടെ നെയ്മർ എന്ന് പറഞ്ഞ കളിക്കാരൻ്റെ വാലായിട്ട് ഒരു ജൂനിയർ വെച്ചിട്ടുണ്ട്. അയാൾക്ക് ലോകകപ്പ് ഉയർത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ എന്ന് പറഞ്ഞ കളിക്കാരുണ്ട്, അയാൾക്കും ഒരു വാലുണ്ട് ജൂനിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾക്കും ലോകകപ്പ് ഉയർത്താൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അന്ധവിശ്വാസികളായിട്ട് മാറും. അത് ബ്രസീലിൻ്റെ കാര്യം. 2 പ്രധാന പേരുകൾ. ഇനി മൂന്നാമത്തെ പോയിന്റ്, റോ 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 എന്ന് ഓ ഓ ഓ ഓ ഓ എന്ന പേരിൽ, റോ എന്ന പേരിൽ തുടങ്ങുന്ന കളിക്കാരും ഓ എന്ന് അവസാനിക്കുന്ന കളിക്കാരും ബ്രസീലിൽ കളിക്കുമ്പോഴൊക്കെ അവർക്ക് കപ്പ് ഏറെക്കുറെ നേടാൻ സാധിച്ചിട്ടുണ്ട്. റൊണാൾഡോ, റോബർട്ടോ കാർലോസ്, റൊമാരിയോ, അങ്ങനെ പോകുന്ന നിര. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റലി വംശജരായിട്ടുള്ള കളിക്കാർ ഏത് ലോകകപ്പിലും കളിച്ചാലും ഇറ്റലി വംശജരായിട്ടുള്ള കളിക്കാർ പല ലോകകപ്പുകളിലും പല ടീമുകളുടെക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ പാരമ്പര്യമുള്ള ചില കളിക്കാർ പല ലോകകപ്പുകളിലും പല രാജ്യങ്ങൾക്കും വേണ്ടി കളിച്ചിട്ടുണ്ട്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇറ്റലിക്കാരനോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ വേറെ രാജ്യങ്ങൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കളിച്ച രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ പേരും പെരുമയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസം. അതിൽ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് ബ്രസീലിനൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ബെല്ലിനി എന്ന് പറഞ്ഞിട്ട്. അയാൾ ഇറ്റാലിയൻ വംശജനായിരുന്നു. അയാൾ ക്യാപ്റ്റനായിരിക്കുന്ന കാലഘട്ടത്തിൽ ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇറ്റാലിയനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലയണൽ മെസ്സിയാണ്. അയാളുടെ പാരൻസ് ഇറ്റലിക്കാരാണ്. അയാൾ കളിക്കുന്നത് അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടാണ്. അയാൾ അർജൻറ്റീനയ്ക്ക് പേരും പെരുമയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ അർജൻറ്റീന ലോകകപ്പ് നേടിയിട്ടുണ്ട്. കൂടാതെ 2 ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കളിക്കാരൻ പറയാനുള്ളത്, അയാൾ ലോകകപ്പ് നേടിയിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അത്ര ഉദിച്ചു വരുന്ന ഒരു ടീമിൽ കളിച്ചിരുന്ന ഒരു കളിക്കാരനാണ്. അങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ പെട്ടിട്ടുള്ള കളിക്കാരനാണ്. അയാൾ കളിച്ചിട്ടുള്ളത് ബെൽജിയത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൻസോ ഷിഫോ. അയാൾക്ക് ഇറ്റലിയായിട്ട് ബന്ധമുണ്ട്. അയാളുടെ നേതൃത്വത്തിൽ ബെൽജിയം ഉഗ്രം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ബലനോവ് ഹാട്രിക്ക് നേടിയ മത്സരത്തിൽ അവർക്കെതിരെ കളിച്ച ബെൽജിയൻ ടീമിലും ഈ അന്നത്തെ കാലത്തെ ബെൽജിയൻ ടീമിൽ 1986 എൻസോ ഷിഫോ ഉണ്ട്. അദ്ദേഹം മിഡ്ഫീൽഡിൽ ഒരുവിധം നല്ല കളി, അന്നത്തെ ബെസ്റ്റ് കളിക്കാരിൽ ഒരാളാണ് എൻസോ ഷിഫോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു കളിക്കാരൻ കൂടിയുണ്ട്, ഇറ്റാലിയൻ വംശജൻ. എപ്പോഴും ഒരു ബഹുമാനത്തോടെ അല്ലാതെ നമുക്ക് അയാളെക്കുറിച്ച് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കളിക്കാരൻ. അയാൾ ലോകകപ്പ് നേടിയിട്ടില്ല, പക്ഷേ നല്ല ഉഗ്രൻ മാന്യമായ കളിയുടെ ഉദാഹരണം വരുന്ന അദ്ദേഹം കളിച്ചിരുന്നത് ഫ്രാൻസിനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിഷേൽ പ്ലാറ്റിനി എന്നാണ്. അയാളും ഇറ്റാലിയൻ വംശജനാണ്. പ്ലാറ്റിനി നല്ല ഫ്രീ കിക്ക് വിദഗ്ധനായിരുന്നു. ഫ്രാൻസിൻ്റെ മികച്ച പ്ലെയറായിരുന്നു. എക്കാലത്തെയും ജെന്റിൽമാൻ, ഒരു മാന്യത്വം പ്രകടിപ്പിച്ചിരുന്ന മാന്യതയുള്ള കളിക്കാരനായിരുന്നു മിഷേൽ പ്ലാറ്റിനി. വളരെ സൗമ്യനായ, നമുക്ക് കണ്ടു ഇരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനായിരുന്നു മിഷേൽ പ്ലാറ്റിനി. ഇതാണ്
ഒരു ഒരു കാര്യം, ഇങ്ങനെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ലോകകപ്പിനോട് അനുബന്ധിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാലത്ത് സാൻഡോസ് എന്നുള്ള പേരുള്ള കളിക്കാർ ഉള്ളപ്പോൾ ബ്രസീല് കിരീടം നേടുക പതിവായിരുന്നു. സാൻഡോസ് എന്ന് പറഞ്ഞ കളിക്കാർ അവരുടെ എക്കാലത്തെയും മികച്ച 2 ടീമുകളാണ് 1958-ലും 1962-ലും ഇറങ്ങിയത്. അക്കാലത്തെ അവരുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള 2 ബാക്കുകളായിരുന്നു നിൽട്ടൺ സാൻഡോസും ഡാജിലിമ സാൻഡോസും. അതിൽ ഡാജിലിമൻ സാൻഡോസ് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ഇരുണ്ടിട്ട് തടിച്ച് നല്ല ഉരുക്ക് പോലുള്ളൊരു മനുഷ്യനാണ്. നിൽട്ടൺ സാൻഡോസ് എന്ന് പറഞ്ഞ ആൾ നല്ല വൈറ്റ് കളറിലുള്ള ഒരു ഡിഫൻഡറായിരുന്നു. ഇവരുടെയൊക്കെ കാലശേഷമാണ് ബ്രസീലിൻ്റെ ഡിഫൻസ് നിര വളരെ മോശമാവാൻ തുടങ്ങിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ബ്രസീൽ പലപ്പോഴും തോൽക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് 1982 1986 ലോകകപ്പുകൾ അവർ തോറ്റ സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചു പോകും, ഈ ടീമിന് നല്ല 1-2 ഡിഫൻഡർമാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ 1982-ലും 1986-ലും 1998-ലും ഒക്കെ, അതുപോലെ തന്നെ 2006-ലൊക്കെ അവർ തോറ്റ സമയത്ത് അവർക്ക് 2 ബാക്കുകളുടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതിൽ ഞാൻ ആഗ്രഹിച്ചു പോയ 2 കളിക്കാർ, അത് 2 പേരും ഇറ്റലിയിൽ നിന്നാണ്. ആ കളിക്കാർ ബ്രസീലിൽ കളിച്ചിരുന്നെങ്കിൽ ബ്രസീൽ ആ വർഷത്തെ കപ്പുകൾ നേടുമായിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന 2-3 കളിക്കാർ എപ്പോഴും ഞാൻ ഒരു നോട്ട് ബുക്കിൽ 200 പേജിൻ്റെ ഒരു നോട്ട് ബുക്കിൽ ഇങ്ങനെ ടീമുകളുടെ പേരൊക്കെ എഴുതി വെച്ച് ഈ 2 കളിക്കാർ അല്ലെങ്കിൽ ഈ 3 കളിക്കാർ ബ്രസീൽ ടീമിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. 2-3 കാലഘട്ടത്തിലേ ആയതുകൊണ്ടാണ് ഞാൻ ഒരു കളിക്കാരനെ കൂടി ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 1982-86-ലാണെങ്കിൽ ഇറ്റലിയുടെ ഫ്രാങ്കോ ബെറീസി, അയാൾ ഇറ്റാലിയൻ ടീമിൽ വെറുതെ ഇരിക്കുകയായിരുന്നു 1982-ൽ. അയാളെ പുറത്തിറക്കിയില്ല. അയാൾ അവിടെ കളിക്കണമെങ്കിലും പകരം ആ ബ്രസീലിൽ കളിച്ചിരുന്നെങ്കിൽ ആ പോളോ റോസി ഒന്നും ഗോളടിച്ചിരുന്നില്ല. ഫ്രാങ്കോ ബെറീസി. അതിനുശേഷം 86 ലോകകപ്പിൽ എനിക്ക് അപ്പോഴും ബ്രസീൽ തോറ്റല്ലോ. അതിൽ ബാക്ക് സൈഡിലുള്ള കളിക്കാരുടെ 82 തോറ്റപ്പോഴത് ടോർണിജോ സെറീസോ ബെസ്റ്റ് കളിക്കാരനാണ്, ജൂനിയറും ബെസ്റ്റ് കളിക്കാരനാണ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഫ്രണ്ടിലേക്ക് പോയ ബാക്കിലേക്ക് വരാൻ ഇത്തിരി താമസമാണ്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ പോളോ മാൾഡീനി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കളിക്കാരൻ ബ്രസീൽ കളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 2 കളിക്കാർ കളിച്ചിരുന്നെങ്കിൽ ഫ്രാങ്കോ ബെറീസി, പോളോ മാൾഡീനി. അതുപോലെ തന്നെ ഒരാൾ കൂടിയും നമ്മൾ എടുത്തു പറയണം, കനാവാറോ എന്ന് പറഞ്ഞ കളിക്കാരൻ. അപ്പം ഞാൻ ബ്രസീലിന് വേണ്ടിയിട്ട് 3 കളിക്കാരെ പുറമേ നിന്ന് എടുക്കുകയാണെങ്കിൽ, 3 ഡിഫൻഡർമാരെ ഞാൻ പുറമേ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് 1 പോളോ മാൾഡീനി, 1 ഫ്രാങ്കോ ബെറീസി, 1 കാനാവാറോ. വേറെ രാജ്യങ്ങളിൽ നിന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ ലോകകപ്പിലും പലതരത്തിലുള്ള ജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം നിങ്ങളിതെല്ലാം മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇന്ന് ഇത്ര നിർത്തുകയാണ്. മൊബൈലിൽ സ്ഥലമില്ല. ഇനി വേറെ കാർഡ് മേടിച്ചിട്ടിട്ട് ഇനി അടുത്ത സംപ്രേഷണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.